കഴിഞ്ഞ ദിവസം ഞാനൊരു മലയാളം ചാനലിൽ ഒരു 3 പേര് ചേർന്നിരുന്ന് സംസാരിക്കുന്ന ഒരു പരിപാടി കാണാനിടയിട്ടായി. അതിനകത്ത് അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അവർ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മുടെ പ്രധാനമന്ത്രി രാജ്യങ്ങൾക്ക് മുമ്പിൽ അല്ലെ രാഷ്ട്ര തലവന്മാരുടെ മുമ്പിൽ ഒരു കോമാളിയാവുകയാണ്. അപ്പോൾ അവർ പറയുന്ന റീസൺസ് ഈ പറഞ്ഞ പോലെ മൈ ബ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പല ആളുകളെയും പോയി കെട്ടിപ്പിടിക്കുന്നു, ആലിംഗനം ചെയ്യുന്നു. അത് അവരുടെ രീതിയാണോ എന്ന് പോലും നോക്കുന്നില്ല, അവരെ പോയി ആലിംഗനം ചെയ്യുന്നു. പിന്നെന്താ പല രീതിയിൽ പല ആൾക്കാരോടും മുറി ഇംഗ്ലീഷിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു. അതൊക്കെ അവർ അത് കേട്ട് ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. അങ്ങനെ ഉള്ള കുറച്ച് അലിഗേഷൻസ് ആണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്ന കുറേ കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് തന്നെ ഇവരെന്താ ഇങ്ങനെ പറയുന്നതെന്ന് തോന്നിപ്പോയി. അതിനകത്ത് ഞാൻ കണ്ടൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, എല്ലാ രാജ്യത്തിലെ ഇപ്പം എന്താ പറയുക, എല്ലാ രാജ്യത്തിലും ഇപ്പം പുട്ടിൻ അദ്ദേഹത്തിന് ഇംഗ്ലീഷിലൊരു വാക്ക് പോലും പറയാൻ അറിയില്ല. അപ്പോൾ എങ്ങനെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വേറെ രീതിയിലല്ലേ. അപ്പോൾ അറിയാവുന്ന ഭാഷയിൽ ഇപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമല്ലോ, അങ്ങനെയല്ലേ യൂഷ്വലി ചെയ്യുന്നത്. ഇപ്പോൾ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരാളെ പോയി കെട്ടിപ്പിടിക്കുക എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ളൊരു കാര്യമാണോ? എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഇന്റർനാഷണൽ ഡിപ്ലോമസിയിൽ പരസ്പരം ആൾക്കാർ അഭിസംബോധന ചെയ്യുന്നത് ബ്രദർ എന്നാണ്. അതെ, മിനിസ്റ്റേഴ്സും ബാക്കിയുള്ള ആൾക്കാരും. അതെ. അതായത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 12 വർഷമായിട്ട് ഇവരെല്ലാവരും കാണുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്. സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിലെ നേതാക്കൾ തമ്മിൽ പരസ്പരം ചുണ്ടോട് ചുണ്ട് ചുംബിച്ചാണ് അതെ സൗഹൃദം, അതായത് സ്ട്രെങ്ത് കാണിച്ചിരുന്നത്. കറക്റ്റ്. അപ്പോൾ ഈ 12 വർഷത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിലാണെങ്കിൽ ആനുവൽ സമ്മിറ്റ് ഉണ്ട്. ഓക്കെ. ഒരു വർഷം ചുരുങ്ങിയത് 2-3 തവണ PM റഷ്യൻ പ്രസിഡൻറ്റുമായിട്ട് നേരിട്ട് കാണും. അങ്ങനെ വരുമ്പോൾ അവർ തമ്മിൽ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഇൻട്രാക്ഷനിലേക്ക് എത്തും. അപ്പോൾ ആ ഇൻട്രാക്ഷനിൽ ഇപ്പം മിനിയാന്നത്തെ PM-ൻ്റെ ട്വീറ്റ് ഉണ്ട്. PM സൗദി ക്രൗൺ പ്രിൻസുമായിട്ട് ടെലിഫോണിക് സംഭാഷണം നടത്തിയതിന് PM ട്വീറ്റ് ചെയ്തത് സ്പോക്ക് വിത്ത് മൈ ബ്രദർ. അത് ഇൻ്റർനാഷണൽ ഡിപ്ലോമസിയിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. ആ ടേം നമ്മുടെ ചില രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മനസ്സിലായില്ലെങ്കിൽ അത് അവരുടെ അറിവില്ലായി. രാഷ്ട്രീയ നേതാക്കളല്ല ഞാനതിൽ കളിയാക്കി കണ്ടിട്ടുള്ളത്, മാധ്യമപ്രവർത്തകരാണ് കളിയാക്കി. മാധ്യമപ്രവർത്തകരും അറിവില്ലായ്മ മാധ്യമപ്രവർത്തകർക്ക് പാടില്ലാത്തൊരു ഇതല്ലല്ലോ. മാധ്യമപ്രവർത്തകർക്കും അറിവില്ലായ്മ ഉണ്ടാവുമല്ലോ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പ്രധാനമന്ത്രി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാത്തത് കൊണ്ടല്ല. പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഭാഷയെക്കുറിച്ചിട്ടുള്ള പ്രധാനമന്ത്രിയുടെ അഭിമാനമാണ് പ്രധാനമന്ത്രിയെ ഹിന്ദിയിൽ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇൻഫോർമലി പ്രധാനമന്ത്രി സംസാരിക്കുമ്പം ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടാവും. പക്ഷേ ഫോർമലി പ്രധാനമന്ത്രി എല്ലാം ഇപ്പോഴും ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അതിന് ട്രാൻസ്ലേറ്റർ ഉണ്ട്. അത് പ്രധാനമന്ത്രിക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റിദ്ധാരണയാണ്. കാരണം പ്രധാനമന്ത്രിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് ആളുകളുടെ ഇടയിൽ ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈവൻ പുത്തിനെക്കുറിച്ചും താങ്കൾ പറഞ്ഞത് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം ഇംഗ്ലീഷ് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലോകരാജ്യങ്ങളുടെയും തലവന്മാർ they will speak their language. That's true. ശരിയാണ്. കാരണം അത് അവരുടെ ഭാഷയെക്കുറിച്ചിട്ടുള്ള അവരുടെ അഭിമാനം, നാടിനെക്കുറിച്ചിട്ടുള്ള അഭിമാനം. ഇന്ത്യയിൽ പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ഭാഷയിൽ സംസാരിക്കും, നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കും. അത് മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ ഭാഷയിൽ സംസാരിക്കാൻ തീരുമാനിച്ചു. ജാപ്പനീസ് പ്രധാനമന്ത്രി വരുമ്പോൾ ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ ജപ്പാനീസ് ഭാഷയിൽ സംസാരിക്കുമ്പോൾ വൈ ഷുഡ് ഐ സ്പീക്ക് ഇൻ മൈ പ്രൈം മിനിസ്റ്റർ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? എനിക്ക് എപ്പോഴും ഡൗട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ഈ മറ്റ് പല രാജ്യങ്ങളിൽ പോയിട്ട് ഇപ്പോൾ ജപ്പാൻ, ചൈന അല്ലെങ്കിൽ റഷ്യൻ ആളുകളായിട്ടൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും കുശലം പറയുന്നതൊക്കെ കേൾക്കാം. ഇതൊക്കെ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഇതെങ്ങനെ റിയൽ ടൈം ട്രാൻസ്ലേഷൻ ഡിവൈസ് എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് ഇത്? 2 തരത്തിലുണ്ട്. ഒന്ന്, ഞങ്ങൾ സംസാരിക്കുന്നത് ട്രാൻസ്ലേറ്റ്, റിയൽ ടൈം ട്രാൻസ്ലേഷൻ അല്ല. നമ്മൾ പറയേണ്ടത് പറയുന്നു, അപ്പോൾ ട്രാൻസ്ലേറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യും. ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം അത് കേട്ടിട്ട് ആ ആൾ റെസ്പോണ്ട് ചെയ്യും. ഓക്കെ. റെസ്പോണ്ട് ചെയ്തതിന് ശേഷം അത് തിരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യും. സാധാരണ പലപ്പോഴും സംഭവിക്കാറ്, ഇപ്പോൾ ഉദാഹരണത്തിന് ജപ്പാനിൽ ഞാൻ പോകുന്നതിരിക്കട്ടെ, ജാപ്പനീസ് മിനിസ്റ്റർ ജാപ്പനീസ് ഭാഷയിൽ സംസാരിച്ചാൽ അദ്ദേഹം ഇംഗ്ലീഷിൽ എനിക്ക് പറഞ്ഞു തരും. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ പറയും, ഞാൻ ഇംഗ്ലീഷ് പറയുന്നത് ചിലപ്പോൾ അദ്ദേഹം അങ്ങോട്ട് ജാപ്പനീസിൽ പറഞ്ഞു കൊടുക്കും. വളരെ അപൂർവം സന്ദർഭങ്ങളിൽ ഹിന്ദി. ഓക്കെ. അല്ലെങ്കിൽ എല്ലാവരും
ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഉപയോഗിച്ചുകൊണ്ടാണ് ട്രാൻസ്ലേഷൻ. അപ്പോൾ അത് ഒരു ഭാഷ ഒരു പ്രശ്നമേ അല്ല, ഭാഷ ഒരു പ്രശ്നമല്ല. പ്രശ്നമേ അല്ല. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള രണ്ട് ജനതകളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളുമാണ്. നമ്മളെല്ലാവരും സംസാരിക്കുന്നത് ഞാൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ പറയണം, നമുക്ക് എന്താണ് വേണ്ടത് ആ രാജ്യത്ത് നിന്ന്, നമുക്ക് എന്താണ് അങ്ങോട്ട് ഓഫർ ചെയ്യാനുള്ളത്. ഇതാണ് നമ്മുടെ സംഭാഷണത്തിൻ്റെ ബേസിസ്. ഓക്കെ. അപ്പോൾ അത് പിന്നെ ഇതൊരു ഞാൻ ആദ്യമായിട്ട് കാണുകയല്ല. അതുകൊണ്ട് ഇതിനു മുമ്പുള്ള സംസാരിച്ച ആൾക്കാരുണ്ടാവും, അവർ സംസാരിച്ചത് എന്താണെന്നുള്ളത് എൻ്റെ കയ്യിൽ അതിൻ്റെ രേഖയുണ്ടാവും. ഞാൻ ആ ഡിസ്കഷനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഞാൻ 5 വർഷം മന്ത്രിയായിരുന്നു. ഇപ്പം വരുന്ന മന്ത്രിമാർ അവർക്കൊരു ഡോസിയർ കിട്ടും. കഴിഞ്ഞ തവണ ഇന്ത്യൻ മന്ത്രി പോയപ്പോൾ എന്തൊക്കെ സംസാരിച്ചു, എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, എവിടെയൊക്കെയാണ് കാര്യങ്ങൾ സംസാരിച്ചു വെച്ചത്, അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ സംസാരിക്കും.